Good morning, everyone. ഇന്നത്തെ സെഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷനാണ്. ഇത് ആക്ച്വലി ഇതൊരു ഡേറ്റ അനാലിറ്റിക്സിൻ്റെയും ഫണ്ടമെൻ്റൽസ് ആണെന്ന് പറയാം. ബിക്കോസ് ഏത് നമ്മൾ ഡേറ്റ അനാലിറ്റിക്സ് ടൂൾ യൂസ് ചെയ്യുകയാണെങ്കിലും നമ്മൾ അതിൻ്റെ ഡേറ്റ മോഡൽ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ എസ്പെഷ്യലി നമ്മൾ റിയൽ പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുമ്പം വെൻ യു ഹാവ് ലൈക്ക് മില്യൺസ് ഓഫ് റെക്കോർഡ്സ്, മില്യൺസ് ഓഫ് കോളംസ്, ഓക്കെ, ആ ടൈമിൽ ഡേറ്റ മോഡൽ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ക്രൂഷ്യൽ സ്റ്റെപ്പ്. സോ നമ്മൾ വിഷ്വലൈസേഷനിൽ പവർ ബി ഐയിൽ വിഷ്വലൈസേഷന് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യുകയാണെങ്കിലും നമ്മൾ ഡേറ്റ മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ പ്രോപ്പറായിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് കറക്റ്റായിട്ടൊരു ക്ലിയർ ഡേറ്റ മോഡൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളെ ബാക്കിയുള്ള വിഷ്വലൈസേഷനും റിപ്പോർട്ട് ഡെവലപ്മെൻറ്റും ഒക്കെ വളരെ ഈസി ആയിരിക്കും. അപ്പം ഡേറ്റ മോഡൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നത്തിങ് ബട്ട് ഓർഗനൈസിങ് ഡേറ്റ ഇൻ ടു ടേബിൾസ് ബേസ്ഡ് ഓൺ എ ഗ്രൂപ്പിംഗ് ആൻഡ് റിലേഷൻഷിപ്സ്. അപ്പം നമ്മളെ കേസിൽ തന്നെ നമ്മൾ ആ വലിയൊരു എക്സൽ ഷീറ്റ് ഞാനൊരു ഡേറ്റ സെറ്റായിട്ട് കാണിച്ചത്, ആ എക്സൽ ഷീറ്റിനകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എല്ലാ കോളംസും എല്ലാ റോസും ഒക്കെയും ഒരു ടേബിളിനകത്താണ് ഉള്ളത്. അപ്പം നമ്മൾ ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ആ ഡേറ്റ സെറ്റിൽ നിന്നും നമ്മളൊരു ഡേറ്റ മോഡൽ ക്രിയേറ്റ് ചെയ്യും. ഡേറ്റ മോഡൽ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഡേറ്റ മോഡൽ ക്രിയേറ്റ് ചെയ്യുക? അതിനകത്ത് വരുന്ന റിലേറ്റബിൾ ആയിട്ടുള്ള കോളംസിനൊക്കെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യും. എന്നിട്ട് നമ്മളൊരു റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യും. ഒരു ടേബിളിൽ നിന്ന് മറ്റേ ടേബിളിലേക്ക് ഒരു റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യും. അപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ എംപ്ലോയി ഡീറ്റെയിൽസ്, ഓക്കെ, എംപ്ലോയി ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? എംപ്ലോയി ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഒരു ടേബിളിൽ നമ്മൾ സ്റ്റോർ ചെയ്യും. ഓക്കെ, പിന്നെ അല്ലെങ്കിൽ നമുക്ക് സ്റ്റുഡൻറ്റിൻ്റെ എക്സാമ്പിൾ എടുക്കാം. ഇപ്പോൾ സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ പേര്, ക്ലാസ്, വീട്, മൊബൈൽ നമ്പർ, പാരൻസിൻ്റെ പേര്, സ്റ്റുഡൻസിൻ്റെ പല ഡീറ്റെയിൽസ് ഉണ്ടാവും. ലൈക്ക് മെയിൽ, ഫീമെയിൽ, പിന്നെ ഏജ്, ഡേറ്റ് ഓഫ് ബർത്ത്, ഓക്കെ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഒരു സ്റ്റുഡൻറ്റ് ടേബിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ അതിനകത്ത് സ്റ്റോർ ചെയ്യും. പക്ഷെ നമ്മളിപ്പം ഫീസിൻ്റെ ടേബിൾ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഫീസിൻ്റെ ടേബിളിനകത്ത് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? ഫോർ എക്സാമ്പിൾ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ്, ഹൗ മച്ച് ഇസ് പെയ്ഡ്, സ്റ്റുഡൻറ്റ് ഐ ഡി, അത് മതിയില്ലേ? അത് നമ്മൾ വേറൊരു ടേബിളിൽ സ്റ്റോർ ചെയ്യും. അപ്പം ഈ ഒരു എക്സാമ്പിളിനകത്ത് തന്നെ നമുക്കറിയാൻ പറ്റും ഇതിനകത്ത് നമ്മൾ എന്താ ചെയ്തത്? മെയിൻ ഡേറ്റ, കുട്ടികളുടെ എല്ലാ ഡേറ്റയും നമ്മൾ എന്ത് ചെയ്തു? ആദ്യം സ്റ്റുഡൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ മാത്രം എടുത്തിട്ട് നമ്മളൊരു സ്റ്റുഡൻറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ആ സ്റ്റുഡൻറ്റ് ടേബിളിനകത്ത് നമ്മൾ സ്റ്റുഡൻറ്റിൻ്റെ പേര്, മൊബൈൽ നമ്പർ, ഏജ്, ലൊക്കേഷന്, ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ കൊടുത്തു. പിന്നെ നമ്മൾ മെയിൻ ആയിട്ടുള്ളൊരു ട്രാൻസാക്ഷണൽ ടേബിളാണ് എന്ത്? നമ്മുടെ ട്രാൻസാക്ഷണൽ ടേബിളാണ് നമ്മുടെ പേയ്മെൻറ്റ് ടേബിൾ എന്ന് വെക്കുക. അപ്പോൾ പേയ്മെൻറ്റ് ടേബിളിൻ്റെ അകത്ത് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? സ്റ്റുഡൻറ്റ് ഐ ഡി, അല്ലേ? സ്റ്റുഡൻറ്റ് ഐ ഡി, പേയ്മെൻറ്റ് ഡേറ്റ്, പേയ്മെൻറ്റ് എമൗണ്ട്, ഈ 3 മതിയില്ലേ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ സ്റ്റുഡൻറ്റ് ടേബിളും സ്റ്റുഡൻറ്റ് ഐ ഡി ആയിട്ട് നമ്മൾ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യും. അപ്പോൾ സ്റ്റുഡൻറ്റ് ഐ ഡി എന്ന് പറയുമ്പോൾ ആ സ്റ്റുഡൻറ്റ് ഐ ഡി ആണ് ഈ പേയ്മെൻറ്റ് ടേബിളിലുള്ള സ്റ്റുഡൻറ്റിൻ്റെ ഒരു യുണീക്ക് ഐ ഡി, അല്ലേ? ആ ഐ ഡി വെച്ചിട്ട് നമുക്ക് സ്റ്റുഡൻറ്റ് ടേബിളിൽ നിന്ന് നമുക്ക് സ്റ്റുഡൻറ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസും നമുക്ക് കിട്ടാൻ പറ്റും. ഇത്ര വരെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? അതിനകത്തുള്ള വേറൊരു കോൺസെപ്റ്റാണ് ഫാക്റ്റ് ആൻഡ് ഡയമെൻഷൻസ്. ഓക്കെ, ബേസിക്കലി നമ്മൾ ഏതൊരു ഡേറ്റ മോഡൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ നമ്മളിപ്പം പറഞ്ഞതിൽ തന്നെ ഉണ്ട് ഫാക്റ്റ് ടേബിളും ഡയമെൻഷൻ ടേബിളും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം പറഞ്ഞില്ലേ സ്റ്റുഡൻറ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്. സ്റ്റുഡൻറ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഡിസ്ക്രിപ്ഷൻ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ സ്റ്റുഡൻറ്റ്. അത് നമ്മൾ ഏത് ടേബിളിലാണ് വെക്കുക? നമ്മൾ ഡയമെൻഷൻ ടേബിളിൽ വെക്കും. ഓക്കെ, പിന്നെ ഫാക്റ്റ് ടേബിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എ മേജർ ഇവൻറ്റ്, ഒരു ട്രാൻസാക്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പേയ്മെൻറ്റ് ടേബിൾ, അല്ലേ? പേയ്മെൻറ്റ് ടേബിൾ എന്ന് പറയുന്നത് അതൊരു ഇവൻ്റ് ആണ്. അപ്പോൾ ആ പേയ്മെൻറ്റ് ടേബിളിനെയാണ് നമ്മൾ എന്ത് പറയാം? ഫാക്റ്റ് ടേബിൾ എന്ന് പറയാം. ഫാക്റ്റ് ടേബിൾ ഇസ് നത്തിങ് ബട്ട് ദ മെയിൻ ബിസിനസ് ഇവൻറ്റ്. ഇറ്റ് കുഡ് ബി like a payment, it could be in case of business, it could be some kind of an invoice generated, അല്ലേ? ഒരു ഇൻവോയ്സ് എന്ന് പറയുമ്പോൾ എന്താ ഉണ്ടാവുക? ഇൻവോയ്സ് എന്ന് പറയുമ്പോൾ പ്രൊഡക്റ്റ് ഐ ഡി ഉണ്ടാവും, അല്ലേ? കസ്റ്റമർ ഐ ഡി ഉണ്ടാവും, ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് ഉണ്ടാവും, അല്ലേ? എമൗണ്ട് ഉണ്ടാവും. അപ്പോൾ ഈ കസ്റ്റമർ ഐ ഡി എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഫാക്റ്റ് ടേബിളിനകത്തുള്ള ഒരു കോളമാണ്. അത് നമ്മൾ എന്ത് ചെയ്യും? ഡയമെൻഷൻ ടേബിളിലുള്ള കസ്റ്റമർ ടേബിളായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ആ ഐ ഡിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഫുൾ കസ്റ്റമർ ഡീറ്റെയിൽസ് നമുക്ക് ഡയമെൻഷൻ ടേബിളിൽ നിന്ന് കിട്ടും. ഓക്കെ,
അപ്പം ഈ കോൺസെപ്റ്റ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരു ഡേറ്റ മോഡൽ ഉണ്ടാക്കണം. ആ ഡേറ്റ മോഡൽ എന്തിനാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ കോളംസിനെ നമ്മൾ എന്ത് ചെയ്യണം, ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനെ ഇറ്റ് കുഡ് 100% ഓഫ് ദ ടൈം ദർ വിൽ ബി സം കൈൻഡ് ഓഫ് എ ഗ്രൂപ്പിംഗ് ആൻഡ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ടേബിൾസ്. അപ്പോൾ ഇതിനെ കൊണ്ട് എന്താണ് ഉപയോഗം? ഇതിനെ കൊണ്ട് അൺവാണ്ടഡ് നമ്പർ ഓഫ് റോസ് കുറക്കാൻ പറ്റും. You will see that when we do the sample data, when we do the practicals, and it will also help you to maintain the efficiency or optimize the efficiency. Okay, thank you.